നമുക്കിന്ന് നോളജ് മറൈൻ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഇതാണ് നോളജ് മറൈൻ്റെ വീക്ക്ലി ചാർട്ട്. ഇതാണ് നമ്മളിപ്പോൾ തുറന്ന് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി ഫ്രെയിമിലായിട്ട് മാറ്റാം. ടൈം ഫ്രെയിം നമ്മളിങ്ങനെ ഡെയിലി ടൈം ഫ്രെയിമിലായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ട് ഇങ്ങനെ കിട്ടും. നമ്മൾക്ക് ഇങ്ങനെ നോക്കാം. 2025 മുതൽ ഇപ്പം വരെയുള്ള ചാർട്ടാണ് ഈ കാണുന്നത്. NSEയിലുള്ള സ്റ്റോക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ ട്രെൻഡ് ലൈൻ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ഇവിടെ കുത്തുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതെടുക്കുന്നു, ട്രെൻഡ് ലൈൻ എടുക്കുന്നു, ഇവിടെ ഒരു കുത്തുന്നു. അതാ വര വെള്ള വരയാണ് കിടക്കുന്നത്. കൊണ്ട് അതിൻ്റെ കളർ നമുക്ക് മാറ്റാം. കളർ നമ്മൾ ബ്ലാക്ക് ആക്കും. കണ്ടോ, ഇപ്പോൾ ബ്ലാക്ക് ആക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ്. ഇപ്പം നിലവിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഒരു സപ്പോർട്ടും കൂടെ നമുക്കൊന്ന് വരച്ച് വെച്ചേക്കാം. ഇതൊരു സപ്പോർട്ടാണ്. കാര്യം ഇതിന് മുമ്പ് പല സ്ഥലത്തും അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇവിടെ 2 സ്ഥലത്ത് ഈ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസിനെ ഇന്നലെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടും. അങ്ങനെ കിട്ടാനാണ് സാധ്യത. അപ്പോൾ അത് അങ്ങനെ വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റോക്കിൽ മുൻപൊരിക്കൽ സംഭവിച്ചേക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ഈ 2020 ഈ ഒരു സമയത്തൊക്കെ, അതായത് ഒന്നുകൂടെ സൂം ചെയ്താൽ മനസ്സിലാവും. ഈ ഒരു സമയത്തൊക്കെ ഇവിടെ ഈ ഒരു റേഞ്ചിൽ ഇടിച്ചിട്ട് താഴത്തേട്ട് പോകുന്നു. പിന്നെ ഇവിടെ ഈ ഒരു റേഞ്ചിൽ ഇടിച്ചിട്ട് താഴത്തേട്ട് പോകുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ നമുക്ക് സെല്ലേഴ്സ് കൂടുതലാണെന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ബയ്യേഴ്സ് കൂടുതലാണ്. അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് നിലവിൽ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് എത്തിയപ്പോഴത്തേക്കും ഇപ്പം നിലവിൽ സംഭവിച്ചേക്കുന്നത്, ഒന്നുകൂടി സൂം ചെയ്താൽ അത് മനസ്സിലാവും. ശരിക്കും ഇതൊരു ലാപ്പ് വേണ്ടതാണ്. ഇത് നമുക്ക് നോക്കാൻ. ഈ ഒരു റേഞ്ച് എത്തുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ആ റെസിസ്റ്റൻസ്, അതായത് 3 പ്രാവശ്യം തട്ടിയ ലൈൻ അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതായത് അവിടെ ഉണ്ടാകുന്ന സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ബയ്യേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ റേഞ്ചിലേക്ക് മുകളിലേക്ക് പോകാനായിട്ട് നമുക്കൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയാണ് ഇതിനകത്ത് കാണുന്നത്. ഞാനൊരു കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവനവൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. സ്വന്തം ഉത്തരവാദിത്തത്തിൽ പഠിച്ച് മാത്രം ചെയ്യുക. നമുക്ക് ഇവിടെ അതിനേക്കാളും നല്ലൊരു സപ്പോർട്ട് ഇവിടെയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ആ സപ്പോർട്ട് മര്യാദക്ക് വരയ്ക്കാം. കണ്ടോ, ഇതൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ ഇത് ഈ ബ്രേക്കൗട്ട് അതത്ര നല്ല ബ്രേക്കൗട്ട് അല്ലാതെ അതൊരു ഫാൾസ് ബ്രേക്കൗട്ട് ആണെങ്കിൽ ഈ ഒരു വര, അതായത് ഇപ്പം നമ്മൾ ഈ വരച്ച് വെച്ചേക്കുന്ന അതിനേക്കാളും ബെറ്റർ ഇത് ഇവിടെയാണ്. കണ്ടോ, അതൊന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഈ ഒരു വര നമുക്ക് വേണമെങ്കിൽ അതിനൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. അതായത് നമ്മൾ ഈ സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, അപ്പോൾ ഇതിനകത്ത് എത്ര പ്രാവശ്യം ആ വരയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ. ഒരുപാട് പ്രാവശ്യം ആ വരയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വര ബ്രേക്ക് ചെയ്ത് താഴത്തേട്ട് പോകുന്നു കഴിഞ്ഞാൽ നമുക്കതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് അപ്പോൾ നമുക്ക് ഈ നോളജ് മറൈൻ എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ പറ്റി സംസാരിക്കാനുള്ളത്.
അപ്പോൾ ഇതിലൊരു നല്ല മൂവ്മെൻറ്റ് ഈ അടുത്തുണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അത് എൻ്റെ മാത്രം വ്യക്തിപരമായ ഒപ്പീനിയനാണ്. ഈ വീഡിയോ കണ്ടിട്ട് ആരും ഈ സ്റ്റോക്ക് എടുക്കരുത്. സ്വന്തം തീരുമാനപ്രകാരം എടുക്കണമെന്ന് തോന്നിയാൽ മാത്രം എടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.